എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിലെ ഫൈനൽ ബോസ് ആരായിരിക്കും എന്നാണ്. നമുക്കറിയാം നമ്മുടെ വൺ പീസിലെ ഫൈനൽ വില്ലൻ ആരായിരിക്കുന്നത് നമുക്ക് ഇതുവരെ ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള റേസിൽ ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് ഒന്ന് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സും ഒന്ന് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റുമാണ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും എടുത്തറിയാൻ നമ്മുടെ ഫൈനൽ ബോസ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. എന്നാൽ ഇവരിൽ ആരായിരിക്കും എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ അത് ആരായിരിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണോ? അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വൺ പീസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ പോയിട്ട്. എന്നാൽ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേൾഡ് ഗവൺമെൻറ്റിനെ കുറിച്ച് നോക്കാം. വേൾഡ് ഗവൺമെൻറ്റിൻ്റെ മെയിൻ പവർ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമൂസാമയാണ്. അതിനുശേഷം 5 എൽഡേഴ്സ്, ഹോളി നൈറ്റ്സ്, അഡ്മിറൽസ്, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അതുമാത്രമല്ല വേൾഡ് ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഏകദേശം 80% കാര്യങ്ങളും നമുക്കിപ്പോൾ അറിയാം. എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ സീക്രട്സ്, അതുപോലെ തന്നെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഫൈറ്റേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ ഇമൂസാമയുടെ പവേഴ്സ്, ഇതൊക്കെ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇമൂസാമ ഇതുവരെ ഫിസിക്കലി ഒരു അപ്പിയറൻസ് നടത്തിയിട്ടില്ലെങ്കിലും ബാറ്റിൽ ഫീൽഡിലൊന്നും നമ്മുടെ ഗംഗുവായി ഇമൂസാമയും ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ വോയിഡ് സെഞ്ചുറിയിൽ നമ്മുടെ ജോയ് ബോയിയുടെ മെയിൻ ഓപ്പണൻറ്റ് നമ്മുടെ ഇമൂസാമയായിരുന്നു. ഇമൂസാമയാണ് നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഈ വേൾഡ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി നമ്മുടെ വേൾഡിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ വൺ പീസിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വേൾഡ് ഗവൺമെൻറ് തന്നെയാണ്. മറ്റ് ഒരു ഓർഗനൈസേഷനും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റുമായിട്ട് ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അത് യോങ്കോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ റെവല്യൂഷണറി ആർമി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റുമായിട്ട് ഒറ്റയ്ക്കൊരു ഫൈറ്റ് ചെയ്താൽ ആർക്കും തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ഗവൺമെൻറ്. ഈ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ ഫൈനൽ വാറിൽ വില്ലനായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പണൻ്റായിട്ട് വരികയാണെങ്കിൽ, ഫൈനൽ ബോസായിട്ട് വരുവാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ ഏകദേശം 80%. കാരണം നമ്മുടെ വൺ പീസ് തുടങ്ങിയത് മുതൽ തന്നെ നമ്മുടെ ഓഡ നമ്മുടെ ഈ വേൾഡ് ഗവൺമെൻറ്റിനെ ഒരു മെയിൻ വില്ലൻ എന്നുള്ള രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. പക്ഷേങ്കിൽ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡാണ്. നമുക്കറിയാം ബ്ലാക്ക് ബിയർഡിനെ നമ്മുടെ ലൂഫിയുടെ എക്സാക്റ്റ് ഓപ്പോസിറ്റൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഇമൂസാമേനേക്കാളും ഇതുവരെ റിവീൽ ചെയ്യപ്പെടാത്ത ഒരുപാട് സീക്രട്സ് നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ കുറിച്ചുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ നമ്മുടെ വൺ പീസിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2 ഡെവിൾ ഫ്രൂട്ട് കഴിച്ചത്. അതുമാത്രമല്ല ഒരുപാട് മിസ്റ്ററീസ് നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ കുറിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് നമ്മുടെ ഫൈനൽ ബോസ് ആകുമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെ നടക്കണമെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ഇമൂസാമേനെ ഡിഫീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ലൂഫിയും ബ്ലാക്ക് ബിയർഡും കൂടെ ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് ഇമൂസാമേനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ഇമൂസാമയുടെ പവേഴ്സ് കൂടി നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ഒബ്സർവ് ചെയ്യും. അതിനുശേഷം വേണമെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് വേൾഡിൻ്റെ കിങ് ആവാൻ ശ്രമിച്ചേക്കാം. ഏകദേശം വോയിഡ് സെഞ്ചുറിയിൽ ഇങ്ങനെ തന്നെയാണ് നടന്നത്. വേൾഡിൻ്റെ കിങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇമൂസാമ നമ്മുടെ ജോയ് ബോയിനെ ബിട്രേ ചെയ്തതെന്നൊക്കെയാണ് തിയറി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ലൂഫിയും ബ്ലാക്ക് ബിയർഡും ഒരു അലയൻസ് ഉണ്ടാക്കി നമ്മുടെ ഇമൂസാമേനെ ഡിഫീറ്റ് ചെയ്യുമായിരിക്കും. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ലൂഫിനെ ഡിഫീറ്റ് ചെയ്ത് ഇമൂസാമയുടെ പവേഴ്സൊക്കെ ഒബ്സർവും കൂടെ ചെയ്ത് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി മാറുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബിയർഡും ലൂഫിയും തമ്മിലുള്ള ഒരു ക്ലാഷ് നടക്കാൻ പോകുന്നത്. ഈ ഒരു തിയറി സത്യമാകാൻ ഞാൻ 20% ചാൻസ് ഉള്ളൂ എന്ന് പറയാൻ കാരണം നമ്മുടെ ബ്ലാക്ക് ബിയർഡുമായിട്ട് നമ്മുടെ ലൂഫി ഒരു അലയൻസ് ഉണ്ടാക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫൈനൽ ബോസ് വേൾഡ് ഗവൺമെൻറ് തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം ബ്ലാക്ക് ബിയർഡ് ആകണമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ വിളിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് നോക്കുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.